തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 42ആയി. 4 ആശുപത്രികളിലായി 101 പേർ ചികിത്സയിലാണ്. 20 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി ദുരിതബാധിതരെ സന്ദർശിച്ചു. വിഷമദ്യ ദുരന്തത്തിൽ പ്രതിഷേധിച്ച് 22-ന് BJP ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധിക്കും. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, 42 പേരുടെ ജീവനാണ് ഈ വിഷമദ്യ ദുരന്തം എടുത്തിരിക്കുന്നത്. 101 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടല്ലോ. ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? പ്രവിധ 101 പേര് ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിൽ. 4 ആശുപത്രികളിലായി 101 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 20 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ, അതായത് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം വരെ 36 മരണങ്ങളായിരുന്നു സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ വളരെ വേഗത്തിലാണ് വൈകിട്ട് ഇപ്പോൾ 6 മരണങ്ങൾ കൂടി. 6ഉം കള്ളാക്കുറിച്ചി സർക്കാർ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന 6 പേരാണ് മരിച്ചത്. എല്ലാവരും തന്നെ നമ്മൾ ഈ നിൽക്കുന്ന കാരുണ്യപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന 28 പേരുടെ, ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം, 28 പേരുടെ മൃതദേഹങ്ങളും ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോയി. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 42ആയി. 4 ആശുപത്രികളിലായി 101 പേർ ചികിത്സയിൽ തുടരുകയാണ്. 20 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി ദുരിതബാധിതരെ സന്ദർശിച്ചു. അതേസമയം തന്നെ വിഷമദ്യ ദുരന്തത്തിൽ പ്രതിഷേധിച്ച് 22-ന് BJP ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധം നടത്തും. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.